double integral to find the area of the plane region enclosed by the curves y equal to sin x and y equal to cos x for 0 less than or is equal to x less than or is equal to pi by 4. Okay. So ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് ഒരു റീജിയൻ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ പ്ലെയിൻ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ കർവ്സ് y ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് y ഈക്വൽ ടു കോസ് എക്സ്. സോ y ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന കർവും y ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്ന കർവും എൻക്ലോസ് ചെയ്യുന്ന ആ റീജിയൻ ഫോർ 0 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു പൈ ബൈ 4. സോ ഈ റീജിയൻ്റെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ റീജിയൻ വരിക എന്ന് നോക്കാം. സോ നമുക്ക് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നിങ്ങൾ ഓൾറെഡി പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഗ്രാഫ് വരുന്നത്. ഇതാണ് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഓക്കെ, സോ ഇത് ഒറിജിൻ, ഇത് കോയിൻസൈഡ് ചെയ്യുന്നത് ഒറിജിൻ. സോ ആ ഒറിജിൻ വരുന്ന സമയത്ത്, അവിടെ ഒറിജിൻ വരുന്ന സമയത്ത് സൈൻ എക്സിൻ്റെ ഗ്രാഫ് സൈൻ 0 0 അല്ലേ. സോ സൈൻ എക്സിൻ്റെ ഗ്രാഫിൽ എങ്ങനെ വരും? സൈൻ 0ൻ്റെത് വേവ് നേച്ചർ ഉള്ള ഗ്രാഫാണ് അല്ലേ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ സൈൻ എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? ഇങ്ങനെയാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഓക്കെ, ഇതാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്, ഇതാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്. ഇനി കോസ് എക്സിൻ്റെ ഗ്രാഫ്, സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇതാവാൻ കാരണം എന്താ? സൈൻ 0 0 ആണ്, അതുപോലെ ഈ വേവി നേച്ചറുള്ള ഈ ഗ്രാഫാണ് സൈൻ എക്സ്. ഇതിൽ ഈ പോയിന്റ് 0 ആണെങ്കിൽ ഇതാണ് ഈ പോയിന്റ് എന്താ? പൈ. ഇത് 2 പൈ, ഇത് 3 പൈ, ഇപ്പുറത്ത് മൈനസ് പൈ ഉണ്ട്, മൈനസ് 2 പൈ ഉണ്ട്, അങ്ങനെ പോകും. ഓക്കെ, സോ കോസ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? കോസ് എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഈ പീക്ക് വരുന്ന ഈ വാല്യൂ 1 ആണ് കേട്ടോ. ഓക്കെ, സോ കോസ് എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ കോസ് എക്സിൽ കോസ് 1ൻ്റെ വാല്യൂ എന്താണ്? 0 അല്ലേ. സോ കോസ് എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, സോ കോസ് എക്സിന് 0 കൊടുക്കുമ്പോൾ വാല്യൂ 1 ആണ്. ഓക്കെ, സോ കോസ് എക്സിൻ്റെ വേവി ആയിട്ടുള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് വരിക. ഇങ്ങനെയാണ് ഗ്രാഫ് പോവുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഗ്രാഫ്. ഇതാണ് വൈ ഈക്വൽ ടു സൈൻ എക്സ്, ഇതാണ് വൈ ഈക്വൽ ടു കോസ് എക്സ്. ഓക്കെ, സോ ബിറ്റ്വീൻ ഓൺ ദ റീജിയൻ ഫോർ 0 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു പൈ ബൈ 4. ഓക്കെ, സോ ഇത് പൈ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതിൻ്റെ പകുതിയിലാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് പൈ ബൈ 2 ആയിരിക്കും അല്ലേ. ഇനി ഇതിൻ്റെ പകുതി എന്ന് പറയുന്ന ഈ പൈ ബൈ 2ൻ്റെയും പകുതി ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് ആണ് എന്ത്? പൈ ബൈ 4 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ സൈൻ എക്സും കോസ് എക്സും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് അല്ലേ പൈ ബൈ 4. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആവുന്ന എക്സിൻ്റെ വാല്യൂ എന്താണ്? പൈ ബൈ 4 അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ആകുമ്പോഴാണ് സൈൻ പൈ ബൈ 4 എന്താണ്? 1/√2, കോസ് പൈ ബൈ 4 1/√2 അല്ലേ. സൈൻ പൈ ബൈ 4 is equal to 1/√2, കോസ് പൈ ബൈ 4 is equal to 1/√2 അല്ലേ. സോ ആ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇത് രണ്ടും കോസും സൈനും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് അതാണ് എന്ത് വരിക? അതാണ് നമ്മുടെ ഈ പൈ ബൈ 4 വരിക. ഓക്കെ, സോ ഈ പോയിന്റ് ആണ് പൈ ബൈ 4. ഓക്കെ, സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏത് റീജിയൻ ആണ്? ഈ രണ്ട് ഗ്രാഫ്സും ഡബിൾ ഇൻ്റഗ്രൽ ഏരിയ ഓഫ് ദ പ്ലെയിൻ എൻക്ലോസ്ഡ് ബൈ ദ കർവ്സ് y is equal to sin xും y is equal to cos xും for 0 less than or is equal to x less than or is equal to pi by 4. സോ ഈ കുഞ്ഞ് റീജിയൻ്റെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഏരിയ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് to find area of a region R, area is equal to double integral over R dA, അതായത് equal to double integral over R dx dy ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ
dx ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ റീജിയന്റെ ഏരിയ കിട്ടും. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ y ലിമിറ്റും x ലിമിറ്റും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഇവിടെ y ഈക്വൽ ടു സൈൻ എക്സും y ഈക്വൽ ടു കോസ് എക്സും തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഈ റീജിയൻ അല്ല. ഓക്കെ, ഇതല്ല, ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള റീജിയൻ. ഓക്കെ, സോ ഈ രണ്ട് ഗ്രാഫും എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ അത് ഇതായിരിക്കും. ഓക്കെ, ഇത് ഇപ്പം ഞാൻ നേരത്തെ മാർക്ക് ചെയ്തത് എക്സ് ഇസ് ഈക്വൽ ടു 0യും y ഈക്വൽ ടു സൈൻ എക്സും തമ്മിലുള്ള റീജിയൻ ആണ്. ഈ y ഈക്വൽ ടു സൈൻ എക്സും y ഈക്വൽ ടു കോസ് എക്സും തമ്മിലുള്ള റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞ് റീജിയൻ ആണ്. ഓക്കെ, സോ ഇത് ഇവിടെ π/4 വരെ എത്തും. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു π/4 വരെ ഇതുണ്ടാവും. സോ ഇവിടെ നമ്മൾ ഈ റീജിയൻ നമുക്ക് അറിയണം. എന്താണ് ഈ റീജിയൻ? ആറിൻ്റെ ലിമിറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മുടെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും? ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ആർ സച്ച് ദാറ്റ് എങ്ങനെ വരും? എക്സ് വൈയുടെ ചേഞ്ച് എങ്ങനെയാ? വൈ ഇവിടെ വൈ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ വേണ്ടേ? സോ ഈ ലൈനിന്റെ ലോവർ പാർട്ട് എവിടെയാണ് ഇരിക്കുന്നത്? y ഈക്വൽ ടു സൈൻ എക്സിലും അപ്പർ പാർട്ട് y ഈക്വൽ ടു കോസ് എക്സിലും. ഓക്കെ, സോ സൈൻ എക്സ്, സോ y ഈക്വൽ ടു സൈൻ എക്സ് ടു y ഈക്വൽ ടു കോസ് എക്സ്. ഓക്കെ, സോ y ലിമിറ്റ് എങ്ങനെയാണ് വരിക? സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു കോസ് എക്സ്. ഇതാണ് വൈയുടെ ലിമിറ്റ്. ഇനി എക്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? എക്സിൻ്റെ ചേഞ്ച് ഈ ഒരു റീജിയൻ എവിടെ മുതൽ എവിടം വരെയാണ് എക്സ് ചേഞ്ച് ചെയ്യുന്നത്? ഈ ഒരു റീജിയനിൽ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു π/4 വരെയാണ് എക്സ് ചേഞ്ച് ചെയ്യുന്നത്. സോ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു π/4. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എക്സിൻ്റെ ലിമിറ്റ്. സോ എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു π/4. സോ ഇതാണ് നമ്മുടെ റീജിയന്റെ ലിമിറ്റ്സ്. ഇനി ഈ റീജിയനിൽ നമ്മൾ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. dy/dx ഡബിൾ ഇന്റഗ്രൽ ഓവർ r dy/dx ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടും. ഓക്കെ, സോ ഏരിയ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ r dy/dx ദാറ്റ് ഇസ് ഈക്വൽ ടു, ആദ്യം നമുക്ക് dy/dx ആണ്. സോ ഉള്ളിൽ y ലിമിറ്റും പുറത്ത് x ലിമിറ്റും വേണം. സോ ഉള്ളിലെ y ലിമിറ്റ് എങ്ങനെയാണ്? y ലിമിറ്റ് sin x ടു cos x. സോ ദാറ്റ് ഇസ് sin x to cos x, x limit 0 to π/4. So that is 0 to π/4 dy dx എന്ന് വരും. ഓക്കെ, സോ ഇൻ്റഗ്രൽ sin x to cos x dy. ഓക്കെ, സോ ഇൻ്റഗ്രൽ dy എന്ന് പറയുമ്പോൾ എന്താ? ഇൻ്റഗ്രൽ ഡിയുടെ ആൻസർ y ആണ്. ഓക്കെ, സോ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/4 y ഫ്രം, ഇനി y കൊടുത്തിട്ട് നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുക. ദാറ്റ് ഇസ് sin x, upper limit is cos x dx. Okay, so this is equal to integral 0 to π/4. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ഈ അപ്പർ ലിമിറ്റ് ഇതിന് കൊടുക്കണം, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് cos x മൈനസ് sin x dx. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യുക? സോ നമ്മൾ ഉള്ളിലുള്ള സാധനത്തിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇനി പുറത്തേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഈ കോസ് എക്സ് മൈനസ് സൈൻ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഈ വാല്യൂസ് കൊടുക്കുക. സോ കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ എക്സ് ആണ്. ഓക്കെ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. സോ കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ എക്സ്, ദാറ്റ് ഇസ് സൈൻ എക്സ്. ഇനി മൈനസ് സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ. സോ മൈനസ് സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താവും? സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് എക്സ്. സോ മൈനസ് സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ പ്ലസ് കോസ് എക്സ്. സോ ദാറ്റ് ഇസ് പ്ലസ് cos x from 0 to π/4. Okay, so this is equal to, ഇനി നമ്മൾ upper limit minus lower limit, that is sin π/4 plus cos π/4 minus sin 0 plus cos 0. Okay, so this is equal to sin π/4 ന്റെ value 1/√2 plus 1/√2 minus sin 0 0 cos 0 1. So that is 1. Okay, so 1/√2 plus 1/√2 എന്താണ്? 2/√2 minus 1, that is equal to, എങ്ങനെ എഴുതാൻ പറ്റും? 2/√2 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ √2 minus 1 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ള റീജിയൻ്റെ ഏരിയ ആണ് √2 minus 1.
സൈൻ എക്സും കോസ് എക്സും ഈ 0 to π/4 എന്ന് പറയുന്ന റീജിയനിൽ എൻക്ലോസ് ചെയ്യുന്ന ഈ ഒരു റീജിയന്റെ ഏരിയയാണ് √2 - 1. ഓക്കെ, സോ നമ്മൾ എന്താണ് ചെയ്തത്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ ചെയ്തു. ഓക്കെ, അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ ചെയ്താൽ നമുക്ക് ഏരിയ ഓഫ് എ റീജിയൻ എൻക്ലോസ്ഡ് ഇൻ ദാറ്റ് കർവ് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ.